വിശദാംശങ്ങളിലേക്ക്. KSRTC സർവീസ് കൂടുതൽ സുതാര്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ചെലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി യൂണിയനുകളോട് അഭിപ്രായം തേടും. വിജയകരമല്ലാത്ത ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങാൻ ആലോചനയില്ലെന്നും മന്ത്രി പറഞ്ഞു. സൂര്യ ഗായത്രി വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, ഗതാഗത വകുപ്പിൽ KSRTCയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് മന്ത്രി KB ഗണേഷ് കുമാർ ആലോചിക്കുന്നത്? KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ മീറ്റിംഗ് ആണ് ഇന്ന് കൂടിയത്. സൗഹാർദ്ദപരമായ ഒരു ചർച്ചയായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. തർക്കത്തിന്റെ യാതൊരു കാര്യവും ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. വളരെ സുതാര്യമായി രണ്ടുപേരും കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയുമാണ് ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ സർക്കാരാണ് ശമ്പളം നൽകുന്നതെന്നും അതിനായിട്ട് തനത് ഫണ്ട് കണ്ടെത്തണമെന്ന കാര്യവും മന്ത്രി ചർച്ചയിൽ ഉന്നയിച്ചു എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം, ഈ KSRTC ബസ്സുകൾ KSRTC ലാഭത്തിൽ ആക്കണമെങ്കിൽ വരവ് കൂട്ടുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്ന പദ്ധതികൾ വേണം ഇനി ആസൂത്രണം ചെയ്യാനെന്നാണ് മന്ത്രി പറഞ്ഞത്. അതിനായി അനാവശ്യ റൂട്ടുകൾ നിർത്തലാക്കും എന്നൊരു കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് അധിക വരുമാനമില്ലാത്ത, യാത്രക്കാർ കുറവുള്ള സ്ഥലങ്ങളിലേക്കുള്ള, എന്നാൽ അത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള റൂട്ടുകൾ മാറ്റം റദ്ദാക്കുമെന്ന കാര്യം മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, പരിഷ്കാരങ്ങൾ മാറ്റാൻ പറ്റാത്ത രീതിയിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും. KSRTCയെ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് പെട്ടെന്ന് KSRTC ബസിന്റെ വിവരങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കുമെന്ന കാര്യവും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, സിറ്റി സർക്കുലർ ബസ്സിലെ 10 രൂപ നിരക്ക് എന്നത് വർദ്ധിപ്പിക്കുമെന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മന്ത്രി ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള തീരുമാനം എടുക്കില്ല. ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ നഷ്ടത്തിലാണ് നിലവിലെന്നൊരു കാര്യം മന്ത്രി ഈ മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെടുത്ത തീരുമാനങ്ങൾ പോലും KSRTCയിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല എന്നൊരു വിമർശനവും മന്ത്രി ഉന്നയിക്കുകയുണ്ടായി. കൂടാതെ ഈ ഒരു ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ എത്ര വർഷം ബസ്സിന് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. MVDക്ക് പോലും ഇലക്ട്രിക് ബസ് നൽകിയത് ശരിയായില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ മന്ത്രി ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ KSRTCയിൽ കൊണ്ടുവരും. KSRTCയെ ലാഭത്തിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം മന്ത്രി ഉന്നയിച്ചത്, അനധികൃത ആംബുലൻസുകളുടെ സർവീസ് തടയുമെന്നതാണ്. ഈ ആംബുലൻസുകളിൽ ടാരിഫ് നിശ്ചയിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നൊക്കെയുള്ള കാര്യം മന്ത്രി ഇന്ന് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. ശരി സൂര്യ.